ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ലൊരു ദിവസം നേരിയ. ഈശോ നിൻ്റെ കുടുംബത്തിലേക്ക്, നിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയുടെ കാലത്ത് പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും ഫരീസയരും നിയമജ്ഞരും ഇതൊക്കെ എപ്പോഴും ഇവരെല്ലാം ഈശോയ്ക്ക് എതിരായിരുന്നു. ഒരിക്കൽ ഇവർ ഈശോയുടെ അടുത്ത് വന്നിട്ട് ഈശോയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുകയാണ്. വചനത്തിൽ പ്രകാരമാണ് പറയുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21 അധ്യായം 23 തിരുവചനം. അവൻ ദേവാലയത്തിലെത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സമീപിച്ച് ചോദിച്ചു, എന്ത് അധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ്? യേശുവിൻ്റെ അധികാരത്തെ ഈ ലോകത്തിലെ സോക്കോൾഡ് അധികാരികൾ ചോദ്യം ചെയ്യുകയാണ്. ദൈവത്തെ പോലും ചോദ്യം ചെയ്യുവാനായിട്ട് മനുഷ്യർ വളരുന്നു. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പിലുള്ള അധികാരികളെ കുറിച്ചുള്ള സൂചനകൾ മാത്രമല്ല. നീയും നിൻ്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നിൻ്റെ ജോലി മേഖലകളിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ, നിൻ്റെ കുടുംബത്തിൻ്റെ മേഖലകളിൽ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നീ ദൈവത്തെ ചോദ്യം ചെയ്യുന്നുണ്ടോ? നീ ദൈവത്തെ പഴി പറയുന്നുണ്ടോ? ഏതെങ്കിലും രീതിയിൽ നീ ദൈവത്തെ താഴ്ത്തിക്കെട്ടുന്നുണ്ടോ? വിലയിരുത്തേണ്ട ഒരു സമയമാണ്. ക്രിസ്മസ് സീസൺ അല്ലേ? തീർച്ചയായിട്ടും ഉണ്ണിയേശുവിന് വേണ്ടിയാണല്ലോ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് വിധേയപ്പെടുന്നൊരു മനോഭാവമാണ് നമ്മളിലെല്ലാം അനുദിനം വളർന്നു വരട്ടെ. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിനക്കെപ്പോഴും വിധേയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ പടുത്തുയർത്തുവാനായിട്ട് ഈ വ്യക്തിയെ സഹായിക്കണമേ. ഈ ദിവസത്തിന് വേണ്ടതായ കൃപകളും നന്മകളും എല്ലാം നൽകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു